ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB ഗൈഡ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കഴിഞ്ഞ തവണ നടന്ന, അതായത് 2020 നടന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അത് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ എക്സാമാണെന്ന് നടത്തിയിരുന്നത്. അപ്പോൾ അതിന് മുന്നേയും ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാം നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. First, dash is an economic order where various economic activities are carried out by private individuals for the sake of private profit. ആൻസർ വരുന്നത് ക്യാപിറ്റലിസം ആണ്. നെക്സ്റ്റ്, ഡാഷ് implies economic, political and social brotherhood among the cooperatives of the various countries of the world. ആൻസർ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ് വരുന്നത്. നെക്സ്റ്റ്, International Cooperative Alliance founded in the year. ആൻസർ 1895 ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സ്ഥാപിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, there are dash principles of cooperation revised by ICA in 1995. 1995 ICA എത്ര കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് റിവൈസ് ചെയ്തതെന്ന് വെച്ചാൽ 7 എണ്ണമാണ്. നെക്സ്റ്റ്, Karve Commission submitted its report in the year 1966. കാർവേ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1966. നെക്സ്റ്റ്, ഡാഷ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ് ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ്, റോക്കഡെയിൽ ഇക്വിറ്റബിൾ പോയിനേഴ്സ് സൊസൈറ്റി ഇൻ ഇംഗ്ലണ്ട് വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ 1844. റോക്കഡെയിൽ ഇക്വിറ്റബിൾ പോയിനേഴ്സ് സൊസൈറ്റി സ്ഥാപിച്ചത് 1844. മറന്നു പോരുത്, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതൊക്കെ. നെക്സ്റ്റ്, ദ മാഗസിൻ ദ കോപ്പറേറ്റർ ഈസ് പബ്ലിഷ്ഡ് ബൈ NCUI ആണ്. ദ കോപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നത് NCUI ആണ്, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, ഡാഷ് is a journal in cooperative sector published by Information Bureau, Cooperative Department, കേരള. ആൻസർ വരുന്നത് സഹകരണ വീതിയാണ്. നെക്സ്റ്റ്, സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സ്ക്ലൂസീവ്ലി ബീൻ ഓർഗനൈസ്ഡ് ഇൻ. ആൻസർ ഡെൻമാർക്കാണ്. നെക്സ്റ്റ്, ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ് വെയർ എക്സ്പെക്റ്റഡ് ടു ഹാവ് ലാർജ് മെമ്പർഷിപ്പ് റേഞ്ചിങ് ബിറ്റ്വീൻ ഡാഷ് ടു ഡാഷ്. ആൻസർ വരുന്നത് 300 to 500 ആണ്. ലാർജ് സൈസ് സൊസൈറ്റീസിൻ്റെ മെമ്പർഷിപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 300 to 500 വരെയാണ്. നെക്സ്റ്റ്, NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ആൻസർ 1963. നെക്സ്റ്റ്, KSCARDB വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1956. നെക്സ്റ്റ്, NABARD വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ആൻസർ 1982. 1982 ജൂലൈ 12. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഹാസ് അഡോപ്റ്റഡ് ഡാഷ് സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ ഫോർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ആൻസർ 2 tier ആണ്. 2 tier സ്ട്രക്ചറാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിനുള്ളത്. നെക്സ്റ്റ്, വിച്ച് കോപ്പറേറ്റീവ്സ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ. ലാംസ്, ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് സൊസൈറ്റി എന്നാണ്. നെക്സ്റ്റ്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1965. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ്സ് ഹാൻഡെക്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1961. ഇപ്പോൾ ഒരുപാട് ഇയേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പം ഇയേഴ്സ് എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഈസ് ആൾസോ നോൺ ആസ് ഗോർവാല കമ്മിറ്റി. ഗോർവാലയാണ് ഇതിൻ്റെ ചെയർമാൻ, അതുകൊണ്ട് ഗോർവാല കമ്മിറ്റി എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ 1969. നെക്സ്റ്റ്, RB ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1934. 34 ആക്ട് വന്നെങ്കിലും നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 RB എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്,
The chairman of Cooperative Planning Committee was R.G. Sarayan. Next, the statutory responsibility of audit of cooperative society is vested with answer register. Statutory responsibilities ഒക്കെ ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. നെക്സ്റ്റ്, dash is a written and a predetermined plan of action for conducting an audit program. Dash is a written and a predetermined plan ആണ്. അതിന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്നാണ്. നെക്സ്റ്റ്, ഡാഷ് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിങ്ങിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് വൗച്ചിങ് ആണ്. നെക്സ്റ്റ്, സെക്ഷൻ 44 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2013 ഡീൽഡ് വിത്ത് ഡാഷ് ഫണ്ട് ആൻഡ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. സെക്ഷൻ 45 വരുന്നത് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. നെക്സ്റ്റ്, ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, every society should set apart not less than dash of net profit towards its reserve fund. Answer 15% ആണ്. നെക്സ്റ്റ്, as per Kerala Cooperative Societies Act 1969, every society should set apart not more than dash percentage of net profit towards its common good fund. അത് വരുന്നത് 10% ആണ്. റിസർവ് ഫണ്ട് 15%, കോമൺ ഗുഡ് ഫണ്ട് 10%. നെക്സ്റ്റ്, dash fund created out of annual net profit of the cooperative society for meeting unforeseen losses or expenses in connection with the winding up of the society. ആൻസർ വരുന്നത് റിസർവ് ഫണ്ടാണ്. നെക്സ്റ്റ്, സബ്സിഡീസ് ആൻഡ് ഗ്രാൻസ് അവൈലബിൾ ഫ്രം ഗവൺമെൻറ് to a cooperative society forms as part of its answer working capital. Next, dash is the fee payable to the government by the cooperative societies for conducting concurrent audit. ആൻസർ വരുന്നത് ഓഡിറ്റ് കോസ്റ്റ് ആണ്. കൺകറൻറ്റ് ഓഡിറ്റിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഓഡിറ്റ് കോസ്റ്റ് ആണ്. നെക്സ്റ്റ്, dash means a special charge on movable or immovable property created in favor of a cooperative institution which deals with credit activities. Answer Gehan ആണ്. Next, dash is the appellate authority vested with the power of appeal, revision and review. Answer tribunal ആണ്. Next, the Kerala Cooperative Tribunal has dash members. കേരള ട്രൈബ്യൂണലിൽ എത്ര മെമ്പേഴ്സ് ആണെന്ന് ചോദിച്ചാൽ ഒറ്റ ഒരാളാണത്, ഒരു മെമ്പറാണുള്ളത്. നെക്സ്റ്റ്, an appeal to the cooperative tribunal can be filed within dash days from the date of such order, decision or award. ആൻസർ 60 days ആണ്. നമുക്കൊരു അപ്പീൽ കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 60 ഡേയ്സിനകത്താണ്, അതായത് ആ ഓർഡറോ ഡിസിഷനോ അല്ലെങ്കിൽ അവാർഡോ ഇഷ്യൂ ചെയ്ത് 60 ഡേയ്സിനകത്താണ്. നെക്സ്റ്റ്, സെക്ഷൻ 84 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ആൻസർ റിവിഷൻ ബൈ ട്രൈബ്യൂണൽ. സെക്ഷൻ 84 റിവിഷൻ ബൈ ട്രൈബ്യൂണൽ ആണ്. നെക്സ്റ്റ്, the responsibility of cooperative audit is entrusted with the ആൻസർ DCA. അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് DCA, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനാണ്. നെക്സ്റ്റ്, the maximum amount to be paid by the cooperative society as audit fee is ആൻസർ 1 lakh ആണ്. മാക്സിമം ഓഡിറ്റ് ഫീ വരുന്നത് 1 lakh ആയിരിക്കും. നെക്സ്റ്റ്, ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ആൻസർ രജിസ്ട്രാർ. എല്ലാവർക്കും അറിയാം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും രജിസ്ട്രാർ ആയിരിക്കും. നെക്സ്റ്റ്, ദ ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി വെസ്റ്റഡ് വിത്ത് ജനറൽ ബോഡി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ജനറൽ ബോഡിയാണ്. നെക്സ്റ്റ്, ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ് ആൻസർ 1956. The Agricultural Refinance Corporation was set up in answer 1962. Next, Multi-State Cooperative Societies Act was enacted in the year 1984. ഇത്
റീപ്ലേസ് ചെയ്തത് 2002-ലാണ്. നെക്സ്റ്റ് ദ ഡാഷ് കമ്മീഷൻ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഫോർ ഫ്രെയിമിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904. ആൻസർ സർ എഡ്വേർഡ് ലോ. നെക്സ്റ്റ് Andhra Mutually Aided Cooperative Act came into existence on 1995. Next, Dash operates under state domination. Answer socialism. Next, the apex body of ICA is answer General Assembly. ICAയുടെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലി ആയിരിക്കും. നെക്സ്റ്റ് Crocodile Equitable Pioneer Society in England came into existence in the year 1844. നേരത്തെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, അപ്പോൾ 2 തവണ ചോദിച്ചിട്ടുണ്ട് ഇത്. നെക്സ്റ്റ് Capitalism is an economic order where various economic activities are carried out by answer private individuals. ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ തിരിച്ച് ചോദിച്ചിരിക്കുകയാണിത്. നെക്സ്റ്റ് കൺസ്യൂമർ ഫെഡ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ ആൻസർ 1965. നെക്സ്റ്റ് ദ RBI ഹാസ് ക്രിയേറ്റഡ് ഡാഷ് എ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇൻഷുറിംഗ് ദ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്സ് ആൻസർ DICGC. നെക്സ്റ്റ് Dash is an agency function of bank, payment of insurance premium on direction of customers. Next, the Reserve Bank was nationalized in answer 1949. Reserve Bank എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935-ലാണ്, അത് നാഷണലൈസ് ചെയ്തത് 1949-ലാണ്. അപ്പോൾ ആൻസർ പെട്ടെന്ന് തെറ്റിപ്പോരുത്. നെക്സ്റ്റ് the risk-based supervisory framework adopted by RBI from 2013 is known as answer SPARC. Next, the first note issued by independent India was answer 1 rupee note Indian, rupee 1 note India. Next, the regional rural banks, state cooperative bank, district cooperative banks are regulated by answer NABARD ആണ്. റീജിയണൽ റൂറൽ ബാങ്കും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. നെക്സ്റ്റ് ബാങ്ക് ഓഫ് കൽക്കട്ട ആൻഡ് ബാങ്ക് ഓഫ് ബംഗാൾ വെയർ ദ നെയിംസ് ഓഫ് ഡാഷ് ബാങ്ക്. SBIയുടെ പഴയ പേരാണ് ബാങ്ക് ഓഫ് കൽക്കട്ടയും ബാങ്ക് ഓഫ് ബംഗാളും. ഇതൊക്കെ മർജ് ചെയ്താണ് SBI മാറിയിരിക്കുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പൽസ് ഫങ്ഷൻസ് ഓഫ് ബാങ്ക്സ് ആർ ആൻസർ accepting deposit, lending, investing and non-fund business and remittance service. ഈ പറയുന്ന 4 നമ്മുടെ ബാങ്കിൻ്റെ പ്രിൻസിപ്പൽസ് ഫങ്ഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് KYC ആർ ആൻസർ വരുന്നത് Bയും Cയും ആണ്. അതായത് ടു എൻഷുർ അപ്രോപ്രിയേറ്റ് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷനും ടു മോണിറ്റർ ട്രാൻസാക്ഷൻസ് ഓഫ് സസ്പീഷ്യസ് നേച്ചർ. ഇത് രണ്ടുമാണ് KYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് what relationship is created when the bank collect a check is clearing? Answer collecting bank and holder. Next, credit risk to the bank is high from the dash. Answer credit card holders നാണ്. Next, garnishee order is issued by answer court of law ആണ് garnishee order ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് sans recourse means without liability to me. Sans recourse means without liability to me ആണ്. Next, under farm mechanization scheme, loan is given to a farmer for purchase of farm equipment. Farm equipments purchase ചെയ്യാനാണ് farm mechanization സ്കീമിൻ്റെ അണ്ടറിൽ ലോണ് ഫാർമേഴ്സിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ആൻസർ വരുന്നത് എ ഡിക്രീസ് ഇൻ ബാങ്ക് റേറ്റ് ഈസ് ലൈക്ലി ടു ലീഡ് ടു ഡിക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബാങ്ക്സ്. നെക്സ്റ്റ് മെയിൻ്റനൻസ് ഓഫ് ദ ഫോളോയിങ് ബുക്സ് രജിസ്റ്റേഴ്സ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ SHG. ആൻസർ വരുന്നത് വിസിറ്റേഴ്സ് ബുക്കാണ്. മെമ്പേഴ്സ് പാസ്ബുക്ക് അല്ലെങ്കിൽ സേവിങ്സ് ലോൺ ആൻഡ് രജിസ്റ്റർ
മിനിറ്റ്സ് ബുക്കൊക്കെ കമ്പൽസറി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ഹോൾസെയിൽ ബാങ്കിങ് റെഫേഴ്സ് ടു ഡൂയിങ് ബാങ്കിങ് ബിസിനസ് വിത്ത് ആൻസർ ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് എൻറ്റിറ്റീസ് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസിൻ്റെ ഇൻഡസ്ട്രിയലും ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റീസിനാണ്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ഫങ്ഷനിങ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ? ഏതാണ് ഓൾഡസ്റ്റ് ഫങ്ഷനിങ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അലഹബാദ് ബാങ്കാണ്. നെക്സ്റ്റ്, ഫോർ ദ ഫസ്റ്റ് ടൈം 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് were nationalized by the Indian government in the year 1969. RBI നാഷണലൈസ് ചെയ്തത് 1949 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നാഷണലൈസ് ചെയ്തത് 1969 തിരിഞ്ഞു പോകരുത്. നെക്സ്റ്റ്, ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പേയ്മെൻറ്റ് ബാങ്ക്സ് ഈസ് ഫാൾസ്. ഇതിൽ ഫാൾസ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാക്കി വരുന്ന 3 ഓപ്ഷൻസും പേയ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ദ മാക്സിമം ഏജ് ഫോർ ജോയിനിങ് ഇൻ ദ അടൽ പെൻഷൻ യോജന. മാക്സിമം ഏജ് അടൽ പെൻഷൻ യോജനയിൽ ജോയിൻ ചെയ്യാനുള്ളത് 40 ഇയേഴ്സാണ്. 40 വയസ്സ് വരെയാണ് നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ്, ഡാഷ് സ്കീം വിൽ ഓഫർ എ റിന്യൂവബിൾ 1 year ഡെത്ത് കം ഡിസബിലിറ്റി കവർ ഓഫ് ₹2 lakh to all savings bank account holders in the age group of 18 to 70 years for a premium of ₹12 per annum per subscriber. ആൻസർ PMSBY ആണ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ ലൈഫ് ഇൻഷുറൻസ് സ്കീം വിച്ച് കവേഴ്സ് the death of the insured regardless of the cause of death. Answer PMJJBY. Next, the bank ombudsman can now pass an award or penalty up to dash lakhs. Answer 20 lakhs. Next, the Clayton's rule is applicable in case of answer appropriation of payment in their running account. Next, the right of general lien can be exercised in the following cases. Answer, when some securities are held by the bank as a banker. Next, FEMA is the acronym of Foreign Exchange Management Act. FEMAയുടെ full form ആണ് Foreign Exchange Management Act. Next, pick the statement that is not true in case of a bank account of a joint Hindu family. Answer വന്ന് death, lunacy, insolvency of a co-partner dissolves the JHF. Next, after the small finance bank reaches the net worth of dash, listing will be mandatory within 3 years of reaching that net worth. Answer 500 crores. 500 crores-ലായി കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് മാൻഡേറ്ററി ആണ്. നെക്സ്റ്റ്, ആൻ എൻറ്റിറ്റി ക്യാൻ ബി ടേംഡ് ആസ് എ ബാങ്ക് ഇഫ് ആൻസർ എ ഫേം ഓർ എ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആൻഡ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫോർ ലെൻഡിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ്, if a customer keeps certain valuables or securities with the bank for safekeeping, the bank is a ആൻസർ വരുന്നത് ബെയിലി ആവാം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി ആവാം. ബോത്ത് എ ആൻഡ് ബിയും ഇതിൽ ആൻസറായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആർ ദോസ് വിച്ച് ക്യാൻ ബി വിഡ്രോൺ. ആൻസർ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് വിഡ്രോൺ ചെയ്യുന്നത് ഓൺ ഡിമാൻഡിലാണ്. നെക്സ്റ്റ്, ബാങ്കേഴ്സ് ലീൻ ഈസ് എ ഇംപ്ലൈഡ് പ്ലഡ്ജ് ആണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് ആൻ ഇംപ്ലൈഡ് പ്ലഡ്ജ്. നെക്സ്റ്റ്, a minor for whom the court has appointed a guardian attained majority on completion of answer 18 years. Next, delegation of power under a trust is answer possible. Delegation of power under a trust is possible. Next, one of the following statement is not true with the respect of RTGS. അതായത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരെണ്ണം തെറ്റാണെന്നാണ് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ ബി ഒഴിച്ച് എയും സിയും ഡിയും ആൻസർ RTGSുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അവൈലബിൾ വിത്ത് സ്മാർട്ട് കാർഡ്സ് ആർ
ആൻസർ മൾട്ടിപ്പിൾ പിൻസ് വരുന്നുണ്ട്, റെറ്റിനൽ പാറ്റേൺ വെരിഫിക്കേഷൻ വരുന്നുണ്ട്, ഡൈനാമിക് സിഗ്നേച്ചർ വെരിഫിക്കേഷനും വരുന്നുണ്ട് സ്മാർട്ട് കാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത്. നെക്സ്റ്റ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക്സ് ടു ബി വാലിഡ് ഫോർ മൾട്ടിപ്പിൾ പിൻസ്. ആൻസർ വരുന്നത് 6 monthsലേക്കായിരിക്കും. നെക്സ്റ്റ്, വെൻ ബാങ്ക്സ് ഗീവ്സ് ഹോം ലോൺസ് ദ നേച്ചർ ഓഫ് ചാർജ് ക്രിയേറ്റഡ് ഈസ്. ആൻസർ മോർഗേജ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ ബാക്കി വരുന്നത് IT ആൻഡ് സൈബർ ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് IT ആൻഡ് സൈബർ ലോ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഈ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. നെക്സ്റ്റ്, നമുക്ക് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ഒരു എക്സാം കൂടി നടന്നിരുന്നു 2020. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.